1856 ഒരു വേനൽക്കാലം വടക്കൻ ജർമ്മനിയിലെ ഡസർഡോർഫ് നഗരത്തിന് കിഴക്കുള്ള നിയാണ്ടർ താഴ്വര. അവിടുത്തെ ചുണ്ണാമ്പ് ഖനികളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് കുറച്ച് വിചിത്രമായ അസ്ഥികൂടങ്ങൾ കിട്ടുന്നു. ഫെൽഡ് ഹോഫർ എന്ന ഗുഹ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു വിചിത്രമായിട്ടുള്ള ആ കണ്ടെത്തൽ. അതൊരു വലിയ ഗുഹാ കരടിയുടേതാണെന്നാണ് അവർ ആദ്യം കരുതിയത്. സ്കൂൾ അധ്യാപകനും പ്രകൃതി ശാസ്ത്രജ്ഞനുമായിരുന്ന ജോഹൻ കാൾ ഫുൾറോട്ടിന് അവ ഈ തൊഴിലാളികളെല്ലാം കൈമാറുകയാണ്. എന്നാൽ ആ അസ്ഥികൾ കണ്ട ഫുൾറോട്ട് ഞെട്ടിപ്പോയി. അതൊരു മൃഗത്തിൻ്റെതായിരുന്നില്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെതിന് സമാനമായ തലയോട്ടിയായിരുന്നു. പക്ഷേ ഇന്നത്തെ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അസാധാരണ വലുപ്പമുള്ള പുരുകത്തിന് മുകളിലെ എല്ലുകളും പരന്ന നെറ്റിയുമായിരുന്നു ആ തലയോട്ടിയിൽ അദ്ദേഹം കണ്ടത്. ആ കണ്ടെത്തൽ നമ്മൾ അത്ര കാലത്തോളം അറിഞ്ഞിട്ടില്ലാതിരുന്ന നമ്മുടെ പൊതുപൂർവികനിൽ നിന്നും വേർതിരിഞ്ഞു വന്ന ഒരു പുതിയ മനുഷ്യവംശത്തിൻ്റെ സൂചന നൽകിയിരുന്നുവെങ്കിലും ആദ്യമൊന്നും ശാസ്ത്രലോകം ആ സത്യങ്ങളെ അംഗീകരിച്ചിരുന്നില്ല. ഏതെങ്കിലും ജനിതക വൈകല്യം ബാധിച്ച മനുഷ്യന്റെ തലയോട്ടിയായിരിക്കാം അവയെന്നാണ് ശാസ്ത്രലോകം ആദ്യം കരുതിയത്. ശാസ്ത്രം അങ്ങനെയാണ്, കൃത്യമായതും വ്യക്തമായതുമായ തെളിവുകളില്ലാതെ വെറും കഥകളെ വിശ്വസിക്കില്ല. എന്നാൽ പതിയെ പതിയെ അനിഷേധ്യമായ പുതിയ കണ്ടെത്തലുകളും തെളിവുകളും ലഭിച്ചു തുടങ്ങി. അവ ശാസ്ത്രലോകത്ത് വലിയ വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കി. നമ്മൾ അന്നോളം അറിഞ്ഞിട്ടില്ലാത്ത, നമുക്കുള്ളിൽ ഇന്നും ജീവിക്കുന്ന നമ്മുടെ ബന്ധുവായ നിയാണ്ടർത്താൽ മനുഷ്യനെക്കുറിച്ച് ലോകം അറിഞ്ഞു തുടങ്ങി. യഥാർത്ഥത്തിൽ നിയാണ്ടർത്താലുകൾ ആരായിരുന്നു? എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം? അവരുടെ കല, സംഗീതം, അനുകമ്പ ഇവയൊക്കെ എങ്ങനെയായിരുന്നു? അവർക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നോ? അവരെന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഇഴകിച്ചേരലിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒരു പ്രോത്സാഹനത്തിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. നമുക്ക് നേരെ നിയാണ്ടർത്താലുകളുടെ ചരിത്രത്തിലേക്ക് പോവാം. ഏതാണ്ട് 5 മുതൽ 6 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെയും അവരുടെയും പൊതുവായ പൂർവികരിൽ നിന്ന് വേർപിരിഞ്ഞ മനുഷ്യരുൾപ്പെടുന്ന ഹോമോജീനസിലെ അംഗങ്ങളായിരുന്നു നിയാണ്ടർത്താൽ മനുഷ്യന്മാർ. നമ്മൾ ആധുനിക മനുഷ്യർ ആഫ്രിക്കയിലെ വരണ്ട കാലാവസ്ഥയിൽ നിന്നപ്പോൾ നിയാണ്ടർത്താലുകൾ ചെന്നുപെട്ടത് അതികഠിനമായ മഞ്ഞുകാലം അഥവാ ഐസേജ് നിലനിന്നിരുന്ന യൂറോപ്പിലേക്കാണ്. ഈ കൊടും തണുപ്പിലാണ് നിയാണ്ടർത്താലുകൾ രൂപപ്പെട്ടത്. ഇന്ന് നമ്മളൊരു നിയാണ്ടർത്താൽ മനുഷ്യനെ നേരിട്ട് കണ്ടാൽ അവരുടെ കരുത്ത് കണ്ട് തീർച്ചയായിട്ടും നമ്മൾ അത്ഭുതപ്പെടുന്നതാണ്. അവർ നമ്മളെക്കാൾ ഉയരം കുറഞ്ഞവരായിരുന്നു എങ്കിലും മസിലുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ശരീരമായിരുന്നു അവരുടേത്. അവരുടെ എല്ലുകൾക്ക് കൂടുതൽ കട്ടിയുണ്ടായിരുന്നു. ഒരു വന്യമൃഗത്തെ നേരിടാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നു. സ്പെയിനിലെ സിമ ഡി ലോസ് ഹ്യൂഗോസ് അഥവാ എല്ലുകളുടെ കുഴി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 4,30,000 വർഷം പഴക്കമുള്ള ചില ഫോസിലുകൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയാണ് നിയാണ്ടർത്താൽ പരിണാമ ചരിത്രത്തിലെ നമ്മളുടെ കണ്ടെത്തലുകളുടെ ഏറ്റവും പഴയ തെളിവുകളായി ഇന്നും കണക്കാക്കുന്നത്. ഇത് നിയാണ്ടർത്താലുകളുടെ നേരിട്ടുള്ള പൂർവികരായ പ്രോട്ടോ നിയാണ്ടർത്താലുകളുടെ അസ്ഥിയായിരുന്നു എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ലഭ്യമായ തെളിവുകൾ പ്രകാരം ആധുനിക മനുഷ്യരെക്കാൾ ലക്ഷക്കണക്കിന് വർഷം മുന്നേ തന്നെ അവർ യൂറോപ്പിലെ കഠിനമായ കാലാവസ്ഥയെ തങ്ങളുടെ വീടാക്കി മാറ്റിയിരുന്നു. എന്നാൽ അന്നത്തെ കൊടും തണുപ്പിൽ അവർക്കവിടെ അതിജീവിക്കാൻ എങ്ങനെയായിരിക്കാം കഴിഞ്ഞത്? അവരുടെ ശരീരം നമ്മൾ നോക്കിയാൽ തണുപ്പിനോട് പൊരുത്തപ്പെടാൻ പ്രത്യേകം സജ്ജമാക്കിയതായിരുന്നു. പരിണാമ സിദ്ധാന്തങ്ങൾ പ്രകാരം തണുപ്പുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ജീവികളുടെ കൈകാലുകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്, അവയുടെ നീളം കുറവായിരിക്കും, ശരീരം വീതിയുള്ളതായിരിക്കും. നമുക്ക് ചുറ്റും ഇതിൻ്റെ ധാരാളം തെളിവുകളുമുണ്ട്. നിയാണ്ടർത്താലുകളുടെ കാര്യത്തിലും ഇതായിരുന്നു സത്യം. അവർക്ക് നമ്മളെക്കാൾ ഉയരം കുറവായിരുന്നു. പുരുഷന് ശരാശരി 5 അടി 5 ഇഞ്ചും സ്ത്രീകൾക്ക് 5 അടി 1 ഇഞ്ചുമായിരുന്നു ഉയരം. എന്നാൽ നെഞ്ചിന് ഒരു ബാരലിൻ്റെ ആകൃതിയായിരുന്നു. ഇതവരുടെ ശ്വാസകോശങ്ങൾക്ക് വലുപ്പം നൽകുകയും കൊടും തണുപ്പിൽ കൂടുതൽ ഓക്സിജൻ ഉള്ളിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. നിയാണ്ടർത്താലുകളുടെ മൂക്കിൻ്റെ ഘടനയെക്കുറിച്ച് സ്റ്റീഫൻ എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ നടന്ന 3D പഠനങ്ങൾ തെളിയിക്കുന്നത് -ഡിഗ്രിയിലുള്ള വായുവിനെ ഉള്ളിലെത്തിക്കുമ്പോൾ പോലും അത് ചൂടുള്ളതാക്കി മാറ്റാൻ അവരുടെ ശ്വസന വ്യവസ്ഥയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നാണ്. എന്നാൽ നിയാണ്ടർത്താലുകൾ വെറും ശാരീരിക കരുത്തുള്ള വേട്ടക്കാർ മാത്രമായിരുന്നോ എന്നതും പ്രസക്തമായ ഒരു ചോദ്യമല്ലേ. അവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നോ എന്ന കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കണം. നിയാണ്ടർത്താലുകളുടെ ബുദ്ധിശക്തിയെ അളക്കാൻ നമുക്ക് ലഭിച്ച ഏറ്റവും മികച്ച തെളിവ് ജർമ്മനിയിലെ കോണിങ്സൗ എന്ന സ്ഥലത്തു നിന്ന് ലഭിച്ച കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങളാണ്. ഇതിൽ പറ്റിയിരുന്ന കറുത്ത പശ പരിശോധിച്ചപ്പോൾ അത് ബിർച്ച് ബാർക്ക് ടാർ ആണെന്ന് കണ്ടെത്തി. ഇത് പ്രകൃതിയിൽ നിന്നും നേരിട്ട് കിട്ടുന്ന ഒന്നല്ല. ബിർച്ച് മരത്തിന്റെ തൊലി ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ ഏതാണ്ട് 200 മുതൽ 300 ഡിഗ്രി സെൽഷ്യസ് വരെ മണിക്കൂറുകളോളം ചൂടാക്കിയാൽ മാത്രമേ ഈ പശ ലഭിക്കൂ. ഇവിടെ ശാസ്ത്രലോകത്ത് ചെറിയ തർക്കങ്ങളുണ്ട്. പോൾ കൊസോവിക് എന്ന ഗവേഷകൻ പറയുന്നത് ഇത്തരത്തിലുള്ള പശകൾ നിർമ്മിക്കാൻ സങ്കീർണമായ പ്ലാനിംഗ് വേണം എന്ന കാര്യമാണ്. അതായത് നല്ല ബുദ്ധിശക്തി ഉള്ളവർക്ക് മാത്രമേ ഇവ ഉണ്ടാക്കിയെടുക്കാനും ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ. എന്നാൽ ക്രിസ്ത്യൻ സ്മിത്ത് എന്ന ഗവേഷകൻ തൻ്റെ പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് യാദർശികമായി ബിർച്ച് തൊലി തീയിട്ടാൽ പോലും
ചെറിയ അളവിൽ ഈ പശ ഉണ്ടായേക്കാം എന്നതാണ്. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പശ അവർ സ്വന്തം ഉണ്ടാക്കിയതാണെങ്കിലും പ്രകൃതിയിൽ ഉണ്ടായി വന്നതാണെങ്കിലും ഇവയെല്ലാം കുന്തങ്ങളടക്കമുള്ള ആയുധങ്ങളിൽ ഉപയോഗിക്കുക എന്ന സങ്കീർണമായ വിദ്യ നിയാണ്ടർതാലുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്നത് തർക്കമില്ലാത്തൊരു കാര്യം തന്നെയാണ്. അതൊരു സത്യവുമാണ്. ഇതവരുടെ സങ്കീർണമായ ആസൂത്രണ മികവിന്റെ തെളിവാണ്. ഇപ്പോൾ തോന്നാവുന്ന മറ്റൊരു സംശയം, ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ പോലും ഉപയോഗപ്പെടുത്തിയ നിയാണ്ടർതാലുകൾക്ക് നമ്മളെപ്പോലെ സംസാരിക്കുവാൻ കഴിഞ്ഞിരുന്നോ എന്ന കാര്യമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നത് 2022 നോബൽ സമ്മാന ജേതാവായ സാൻഡോ പാബോ ആണ്. ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞനായ അദ്ദേഹം നിയാണ്ടർതാലുകളുടെ DNA ആദ്യമായിട്ട് വേർതിരിച്ചെടുത്തു. ഇതിലൂടെ അദ്ദേഹം കണ്ടെത്തിയത് ആധുനിക മനുഷ്യരിൽ സംസാരശേഷിക്ക് കാരണമാകുന്ന FOXP2 എന്ന ജീൻ നിയാണ്ടർതാലുകളിലും ഉണ്ടായിരുന്നു എന്നതാണ്. വെറും ഒരു മൃഗത്തെ പോലെ ശബ്ദമുണ്ടാക്കുന്നതിന് പകരം ഭാഷയിലൂടെ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കാം എന്നതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. കൂടാതെ കഴുത്തിലെ ഹയോയിഡ് അസ്ഥിയുടെ ഘടനയും സംസാരശേഷിയെ പിന്തുണയ്ക്കുന്നതായിരുന്നു. അതായത് നിയാണ്ടർതാലുകൾക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു എന്നത് നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും അതിന് തെളിവുള്ള കാര്യമാണെങ്കിലും ഇന്നത്തെ മനുഷ്യരെ പോലെ വ്യാകരണവും പ്രതീകാത്മകതയും നിറഞ്ഞ ഒരു ഭാഷ അവർക്കുണ്ടായിരുന്നു എന്ന കാര്യം ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒന്നാണ്. അപ്പോൾ വരുന്ന അടുത്ത സംശയം, ഇത്രയും വലിയ ബുദ്ധിശക്തിയും വിനിമയ ശേഷിയും ഉണ്ടായിരുന്ന നിയാണ്ടർതാലുകൾക്ക് സ്നേഹിക്കാനും കരുണ കാണിക്കാനും കഴിയുമായിരുന്നോ എന്നതാണ്. കാരണം അവർ വെറും മൃഗങ്ങളായിരുന്നോ അതോ മാനുഷികമായ മനുഷ്യത്വം അവരിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യവും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ശാരീരികമായ കരുത്തിനപ്പുറം നിയാണ്ടർതാലുകൾക്ക് ഒരു ആന്തരിക ലോകം ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം തേടി ശാസ്ത്രലോകം പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് ഇറാഖിലെ സാഗ്രോസ് പർവ്വത നിരകളിലുള്ള ഷാനിദാർ ഗുഹകളിലേക്കാണ്. 1950കളിൽ പുരാവസ്തു ഗവേഷകനായ റാൽഫ് സെല്ലേക്കി അവിടെ നിന്ന് കണ്ടെത്തിയ ഷാനിദാർ 1 എന്ന അസ്ഥികൂടം നിയാണ്ടർതാലുകളുടെ കരുണയുടെ പ്രതീകമായി ഇന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. ആ നിയാണ്ടർതാൽ മനുഷ്യന്റെ തലയോട്ടിക്ക് വലിയൊരു ക്ഷതമേറ്റിരുന്നു. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു എന്നതിനും തെളിവുകളുണ്ട്. വലതു കൈമുട്ടിന് താഴെ വെച്ച് അറ്റുപോയിരുന്നു. ഇത്രയും വലിയ പരിക്കുകളേറ്റിട്ടും ഷാനിദാർ 1 എന്ന ആ വ്യക്തി, ആ നിയാണ്ടർതാൽ വർഷങ്ങളോളം ജീവിച്ചിരുന്നു എന്ന് ബോൺ റീമോഡലിംഗ് തെളിവുകൾ സഹിതം സെലേക്കി വാദിച്ചിട്ടുണ്ട്. വേട്ടയാടാൻ കഴിയാത്ത അദ്ദേഹത്തിന് തൻ്റെ കൂട്ടുകാർ ഭക്ഷണം നൽകി സംരക്ഷിച്ചിരുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇത് സെലേക്കി തൻ്റെ ഷാനിദാർ ദി ഫസ്റ്റ് ഫ്ലവർ പീപ്പിൾ എന്ന പുസ്തകത്തിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെയാണ് ശാസ്ത്രലോകത്തിലെ ഈ വിഷയത്തിലെ ആരോഗ്യപരമായ തർക്കങ്ങൾ തുടങ്ങുന്നത്. ഇതേ ഗുഹയിലെ നിയാണ്ടർതാലുകളുടെ മൃതദേഹത്തിന് ചുറ്റും പൂക്കളുടെ പൂമ്പൊടി അഥവാ പോളൻ കണ്ടെത്തിയപ്പോൾ നിയാണ്ടർതാലുകൾ മരിച്ചവർക്ക് പൂക്കൾ അർപ്പിക്കുന്ന, നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലുള്ള ആചാരമുള്ളവരാണ് എന്ന് ഗവേഷകർ കരുതിയിരുന്നു. എന്നാൽ 2020 നടന്ന പുതിയ ഖനനങ്ങൾ ഈ ധാരണയിൽ സംശയങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. ഗുഹയിൽ കാണപ്പെട്ട പൂമ്പൊടികളില്ലേ, അത് മൃതദേഹത്തോട് ചേർന്ന് ആരെങ്കിലും വെച്ചതാവാം എന്നതിലും അധികം അവിടെയുള്ള എലികൾ കുഴികൾ കുഴിച്ച സമയത്ത് മണ്ണിൽ സ്വാഭാവികമായിട്ട് കലർന്നതാവാനാണ് കൂടുതൽ സാധ്യത എന്നാണ് നിരീക്ഷിക്കപ്പെട്ടത്. നിയാണ്ടർതാലുകൾക്ക് സ്നേഹമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല എങ്കിലും അതിനുള്ള തെളിവാണ് ഷാനിദാർ 1 എങ്കിലും മരിച്ചവർക്ക് പൂക്കൾ അർപ്പിക്കുക എന്ന പ്രതീകാത്മക ആചാരം അല്ലെങ്കിൽ സിംബോളിക് റിച്വൽ അവർക്കുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ശാസ്ത്രലോകം ഇന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശാസ്ത്രം എപ്പോഴും അങ്ങനെയാണ്. ഓരോ പുതിയ കണ്ടെത്തലുകളും പുതിയ ചോദ്യങ്ങളിലേക്കുള്ള വാതിലുകളാണ്. ഇവിടെയും മറ്റൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതായത് മരിച്ചവരെ ആദരവോടെ അടക്കം ചെയ്യുന്ന രീതി നിയാണ്ടർതാൽ മനുഷ്യരിൽ ഉണ്ടായിരുന്നോ എന്നതാണ് ആ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമാകുന്ന ബലമേകുന്ന കൂടുതൽ തെളിവുകൾ ഇസ്രായേലിലെ കെബേറ കേവ്, ഫ്രാൻസിലെ ലാ ഷാപ്പൽ ഓ സെയിൻസ് എന്നിവിടങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട നിയാണ്ടർതാൽ ശവശരീരങ്ങൾ നോക്കിയ സമയത്ത് ഭൗതിക ശരീരങ്ങൾ പ്രത്യേക രീതികളിൽ കൈകൾ മടക്കി വെച്ച നിലയിലാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഒരുപക്ഷെ ഇത് മൃഗങ്ങൾ വലിച്ചിഴയ്ക്കാതിരിക്കാൻ ബോധപൂർവം കുഴിയെടുത്ത് മൂടിയതാണെന്ന് ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുമ്പോൾ, അതേ രീതിയിൽ തന്നെ ഇതിനെ വെറും ഒരു ശുചിത്വ പാലനം മാത്രമായിട്ട് കണക്കാക്കുന്ന മറ്റൊരു വിഭാഗം ഗവേഷകരുണ്ട്. മരിച്ചവരോടുള്ള ആത്മീയമായിട്ടുള്ള ബന്ധമാണോ അതോ ദുർഗന്ധം ഒഴിവാക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി മാത്രമാണോ ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് പൂർണ്ണമായിട്ടും തെളിയിക്കാൻ ശാസ്ത്രത്തിന് ഇന്നും കഴിഞ്ഞിട്ടില്ല. നിയാണ്ടർതാലുകളുടെ സാംസ്കാരിക ബോധത്തെക്കുറിച്ച്, മരിച്ചവരോടുള്ള ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ കലയെക്കുറിച്ചെല്ലാമാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട, സാംസ്കാരികമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് നിയാണ്ടർതാലുകളുടെ കല. സ്പെയിനിലെ ലാ പസീഗ ഗുഹയിലെ
ചുവരുകളിൽ കാണുന്ന ചുവന്ന നിറത്തിലുള്ള വരകൾ നിയാൻഡർതാലുകൾ വരച്ചതാണ് എന്ന് യുറേനിയം തോറിയം ഡേറ്റിംഗ് വഴി തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇതിന് 65,000 വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാണ് നമ്മൾ കണ്ടെത്തിയത്. ആ കാലത്ത് ആധുനിക മനുഷ്യർ യൂറോപ്പിൽ എത്തിയിട്ടില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്, അതിന് തെളിവുള്ളതുമാണ്. എന്നാൽ ഇതിനും തർക്കങ്ങളുണ്ട്. ഗുഹയിലെ പ്രകൃതിദത്തമായി ഉണ്ടായ അടയാളങ്ങളാണോ ഈ ചിത്രങ്ങളെന്ന് സംശയിക്കപ്പെടുന്ന കാര്യങ്ങളെന്ന് ചില ഗവേഷകർ സംശയം പ്രകടിപ്പിക്കുമ്പോൾ, കാൽസ്യം പാളിയിലെ പഴയ അംശങ്ങൾ പ്രകാരം പഴക്കം കണക്കാക്കിയ സമയത്ത് സംഭവിച്ച പിഴവാണ് എന്ന് മറ്റൊരു വിഭാഗവും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയാൻഡർതാലുകളുടെ കല, സൗന്ദര്യബോധം തുടങ്ങിയവ അടിവരയിട്ട് ഉറപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ക്രൊയേഷ്യയിലെ ക്രാപ്പിന എന്ന സ്ഥലത്ത് നിന്ന് കഴുകന്റെ നഖങ്ങൾ മിനുസപ്പെടുത്തി ആഭരണമാക്കി മാറ്റിയതിന്റെ തെളിവുകൾ ഗവേഷകർക്ക് കിട്ടിയിട്ടുണ്ട്. സൗന്ദര്യബോധമില്ലാത്ത, കലയില്ലാത്ത, ബുദ്ധിയില്ലാത്ത കാടൻ മനുഷ്യർക്ക് ഇത് സാധിക്കുന്ന ഒരു കാര്യം തന്നെയല്ല. ഇവിടെ തന്നെ വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. നിയാൻഡർതാലുകൾക്ക് സംഗീതം അറിയാമായിരുന്നോ എന്നതാണ് ആ ചോദ്യം. 1995 സ്ലൊവേനിയയിലെ ഡിവിജെ ബാബെ ഗുഹയിൽ നിന്ന് ഒരു ഗുഹാ കരടിയുടെ എല്ലിൽ നിർമ്മിച്ച സുഷിരങ്ങളുള്ള ഒരു എല്ലിൻ കഷ്ണം ഗവേഷകർക്ക് കിട്ടിയിരുന്നു. ഇതിനെ നിയാൻഡർതാൽ പുല്ലാങ്കുഴൽ അല്ലെങ്കിൽ നിയാൻഡർതാൽ ഫ്ലൂട്ട് എന്നാണ് പലരും വിശേഷിപ്പിച്ചത്. ഇത് ശരിയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സംഗീത ഉപകരണമായിട്ട്, നിർമ്മിതമായ സംഗീത ഉപകരണമായിട്ട് ഇതിനെ കണക്കാക്കാം. അത് ആധുനിക മനുഷ്യൻ നിർമ്മിച്ചതല്ല, നിയാൻഡർതാൽ നിർമ്മിച്ചതുമാണ്. എന്നാൽ ഇതിനെതിരെയും ശക്തമായിട്ടുള്ള മറുവാദങ്ങളുണ്ട്. ആ അസ്ഥിയിലെ സുഷിരങ്ങൾ ഒരു സംഗീത ഉപകരണത്തിലെ സ്വരസ്ഥാനങ്ങൾ പോലെ തോന്നിപ്പിക്കുമെങ്കിലും അത് കഴുതപ്പുലി അഥവാ ഹൈന കടിച്ചുണ്ടായ പാടാണ് എന്ന് ചില ഗവേഷകർ പറയുന്നുണ്ട്. അതായത് സംഗീതം എന്നത് ഒരു മനുഷ്യവർഗം എന്ന നിലയിൽ അവരുടെ ആസ്വാദനത്തിന്റെ ഭാഗമായിരുന്നോ അതോ വെറും ഒരു ആകസ്മികമായ രൂപമായിരുന്നോ എന്ന കാര്യത്തിൽ ശാസ്ത്രത്തിന് ഇന്നും ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇന്നും അതൊരു രഹസ്യം തന്നെയാണ്. നിയാൻഡർതാൽ മനുഷ്യവർഗത്തിന്റെ ബുദ്ധിശക്തിയെക്കുറിച്ചുള്ള ഇത്തരം ചർച്ചകൾക്കിടയിൽ നമ്മൾ മറന്നു പോവാൻ പാടില്ലാത്ത മറ്റൊരു വശം അവരുടെ അതിജീവനത്തിനായുള്ള ഭക്ഷണശീലമാണ്. അവർ കേവലം മാംസാഹാരികൾ മാത്രമായിരുന്നു എന്നതായിരുന്നു ഏറെ നാളുകളായിട്ട് നമ്മുടെ വിശ്വാസം. എന്നാൽ ആധുനിക ശാസ്ത്രം അവരുടെ പല്ലുകളുടെ കറയിൽ നിന്ന് പഴയ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ വേർതിരിച്ചെടുത്തപ്പോൾ ഈ കഥ തന്നെ മാറുകയാണ്. സ്പെയിനിലെ എൽ സിഡ്രോൺ ഗുഹയിൽ നിന്ന് ലഭിച്ച സാമ്പിളുകൾ പരിശോധിച്ച ലൗറ വെയ്ച്ച് കണ്ടെത്തിയത് അവർ പായലുകളും കിഴങ്ങുകളും കഴിച്ചിരുന്നു എന്നതാണ്. പോർച്ചുഗലിലെ ഫിഗീറ ബ്രാവ ഗുഹയിൽ നിന്ന് ലഭിച്ച പുതിയ തെളിവുകൾ സൂചിപ്പിക്കുന്നത് നിയാൻഡർതാലുകൾ കടൽ വിഭവങ്ങളും ആഹാരമാക്കിയിരുന്നു എന്നതുമാണ്. ഈ ഭാഗത്തു നിന്ന് ലഭിച്ച കക്കകളുടെയും ഞണ്ടുകളുടെയും അവശിഷ്ടങ്ങൾ അതിന്റെ തെളിവുകളുമാണ്. നിയാൻഡർതാലുകൾ ശരിക്കും ആഴക്കടലിലേക്ക് പോയതിന് തെളിവുകളില്ല എങ്കിലും അവർക്ക് ഈ ഭക്ഷ്യസാധനങ്ങൾ ലഭിച്ചത് തീർച്ചയായിട്ടും കടൽ തീരത്ത് നിന്നുമായിരിക്കാം. നിയാൻഡർതാൽ മനുഷ്യവർഗം കഴിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് അത്ഭുതകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം, പല്ലുവേദന ഉണ്ടായിരുന്ന ഒരു നിയാൻഡർതാൽ മനുഷ്യൻ വേദന സംഹാരിയായ പോപ്ലർ മരത്തിന്റെ തോലും പെൻസിലിൻ അടങ്ങിയ പൂപ്പലും ഉപയോഗിച്ചിരുന്നതായിട്ട് ജനിതക പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. അതായത് ആധുനിക മനുഷ്യർക്ക് മുൻപേ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചവരായിരുന്നു നിയാൻഡർതാൽ മനുഷ്യന്മാർ. സസ്യങ്ങളെക്കുറിച്ചെല്ലാം, പ്രത്യേകിച്ച് ഔഷധ സസ്യങ്ങളെക്കുറിച്ചെല്ലാം ആഴത്തിലുള്ള അറിവ് നിയാൻഡർതാൽ മനുഷ്യർക്ക് ഉണ്ടായതുകൊണ്ടാണോ ഇതെല്ലാം ഭക്ഷിച്ചത്, അല്ലെങ്കിൽ വിശന്നപ്പോൾ കഴിച്ചതാണോ എന്ന കാര്യത്തിൽ തർക്കങ്ങൾ ഉണ്ട് എങ്കിലും നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത് ഇത്തരം സസ്യങ്ങളെയും അവർ ഭക്ഷിച്ചിരുന്നു എന്നത് തന്നെയാണ്. നിയാൻഡർതാൽ കുട്ടികളുടെ വളർച്ചയെക്കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് നൽകുന്നതും വിചിത്രമായിട്ടുള്ള, വിസ്മയിപ്പിക്കുന്ന അറിവുകൾ തന്നെയാണ്. ആധുനിക മനുഷ്യക്കുട്ടികൾ, നമ്മുടെ എല്ലാം കുട്ടികൾ മുതിർന്നവരാവാൻ എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് നിയാൻഡർതാൽ കുട്ടികൾ ശാരീരിക പക്വത പ്രാപിച്ചിരുന്നു എന്ന് പല്ലുകളുടെ വളർച്ചാ നിരക്ക് പരിശോധിച്ചതിലൂടെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ താനിയ സ്മിത്ത് നടത്തിയ പഠനങ്ങൾ അനുസരിച്ച് നിയാൻഡർതാൽ മനുഷ്യരുടെ പല്ലുകൾ നമ്മുടേതിനേക്കാൾ വേഗത്തിൽ വികസിച്ചിരുന്നു. ഇതിന്റെ എല്ലാം അർത്ഥം നിയാൻഡർതാൽ കുട്ടികൾക്ക് വളരെ കുറഞ്ഞ ബാല്യം മാത്രമേ ഉണ്ടായിരുന്നു എന്നതാണ്. കൊടും തണുപ്പിലും വന്യമൃഗങ്ങൾക്കിടയിലും അതിജീവിക്കാൻ വേഗത്തിലുള്ള വളർച്ച അത്യാവശ്യമായിരുന്നു. എന്നാൽ ഈ വേഗത്തിലുള്ള ശാരീരിക വളർച്ച ഇവരുടെ മസ്തിഷ്ക വികാസത്തെ എങ്ങനെ ബാധിച്ചു എന്നതിന് ശാസ്ത്രലോകത്തിൽ ഇന്നും ഭിന്നാഭിപ്രായങ്ങളുണ്ട്. കുട്ടിക്കാലം കുറവായതുകൊണ്ട് സാമൂഹികപരമായിട്ടുള്ള അറിവുകൾ ലഭിക്കുന്നതിൽ അത് തടസ്സമായോ എന്ന ചോദ്യത്തിന് ഇന്നും വ്യക്തമായ ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല. നിയാൻഡർതാൽ മനുഷ്യവർഗത്തെക്കുറിച്ച് പറയുന്ന സമയത്ത്, അവരുടെ ചരിത്രം മനസ്സിലാക്കുന്ന സമയത്ത് അതിലേറ്റവും വിവാദപരമായ ഒരു വശമുണ്ട്. കാനിബലിസം അഥവാ നരഭോജനം.
ഫ്രാൻസിലെ മൗല ഗുവസി ഗുഹയിലും ബെൽജിയത്തിലെ ഗോയറ്റ് ഗുഹയിലും കണ്ടെത്തിയ അസ്ഥികളിൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് പോലെ കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് നിയാണ്ടർത്താലുകളുടെ തന്നെ മാംസങ്ങൾ ചീന്തിയെടുത്തതിന്റെ അടയാളങ്ങളുണ്ട്. ഇത് നിയാണ്ടർത്താലുകൾ ചെയ്ത ഒരു കാര്യമായിരിക്കുമല്ലോ, അല്ലാതെ മൃഗങ്ങൾ വന്ന് മനുഷ്യന്റെ അസ്ഥികൾ ചീന്തിയെടുക്കില്ലല്ലോ. ഇതിനെക്കുറിച്ച് വാസ്തവത്തിൽ രണ്ട് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഒരു വിഭാഗം ഗവേഷകർ കരുതുന്നത് കൊടും വരൾച്ചയോ ഭക്ഷ്യക്ഷാമമോ ഉണ്ടായ സമയത്ത് അതിജീവനത്തിന് വേണ്ടി അവർക്ക് സ്വന്തം വർഗത്തെ തന്നെ ഭക്ഷിക്കേണ്ടി വന്നു എന്നാണ്. എന്നാൽ മറ്റൊരു വിഭാഗം വാദിക്കുന്നത് ഇത് ആചാരപരമായിട്ടുള്ള ഒരു വിശ്വാസമായിരിക്കാം, ആചാരപരമായ കാനിബലിസം ആയിരിക്കാം എന്നതാണ്. അതായത് മരിച്ചവരോടുള്ള ആദര സൂചനയായിട്ട് അവരുടെ മാംസം പങ്കുവെക്കുന്ന ഒരു രീതിയായിട്ട് ചില ഗവേഷകർ ഇതിനെ കണക്കാക്കുന്നുണ്ട്. ലഭ്യമായ തെളിവുകൾ പ്രകാരം ഇതെല്ലാം ക്രൂരതയാണോ അതോ അക്കാലത്തെ ഒരു സംസ്കാരമാണോ എന്നെല്ലാം തീർത്ത് പറയാൻ ആവശ്യമായ തെളിവുകളൊന്നും തന്നെ ഇന്നും നമുക്ക് ലഭ്യമല്ല. നിയാണ്ടർത്താലുകൾ ശരിക്കും പരുക്കരായ വേട്ടക്കാർ മാത്രമായിരുന്നില്ല, മറിച്ച് പരിസ്ഥിതിയെ ബുദ്ധിപരമായി ഉപയോഗിച്ച ആളുകളുമായിരുന്നു. ജർമ്മനിയിലെ ഗ്രോബൻ, ന്യൂമാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകൾ പ്രകാരം അവർ യൂറോപ്യൻ സ്ട്രെയിറ്റ് ഫാങ്ഡ് എലിഫന്റ് എന്ന പടുകൂറ്റൻ ആനകളെ വേട്ടയാടിയിരുന്നു എന്ന് കരുതുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ആഫ്രിക്കൻ ആനകളില്ലേ, അവരെക്കാൾ വലിപ്പമുള്ള ആനകളായിരുന്നു ഈ വിഭാഗം ആനകൾ. ഇവയെ നേരിട്ട് ആക്രമിക്കുക ഏതാണ്ട് അസാധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നിയാണ്ടർത്താലുകൾ വലിയ കുഴികൾ ഉണ്ടാക്കി അവയെ കെണിയിൽ വീഴ്ത്തിയിരിക്കാമെന്ന് ചില വിഭാഗം ഗവേഷകർ കരുതുന്നുണ്ട്. ഈ വേട്ടയാടൽ കൊണ്ട് മാത്രം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, വലിയൊരു ആനയാണ്, അതുകൊണ്ട് മാസങ്ങളോളം കഴിയാനുള്ള ഭക്ഷണം നൽകാൻ ഈ വേട്ട പര്യാപ്തമായിരുന്നു. ഇത്രയും വലിയ മാംസം ഒന്നിച്ച് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഇവ കേടുകൂടാതെ സൂക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. അവർ അതിനുവേണ്ടി മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യത്തിന് വ്യക്തമായ തെളിവുകൾ ഇല്ല എങ്കിലും തണുപ്പുള്ള കാലാവസ്ഥയിലാണ് നിയാണ്ടർത്താൽ മനുഷ്യർ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ തണുപ്പിനെ ഒരു ഫ്രീസർ പോലെ ഇവർ ഉപയോഗിച്ചിരുന്നിരിക്കാമെന്ന് ചില വിഭാഗം ഗവേഷകർ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും ഈ വലിയ ആനകളെ നിയാണ്ടർത്താൽ മനുഷ്യർ കഴിച്ചിരുന്നു എന്നതിനാണ് വ്യക്തമായ തെളിവുകളുള്ളത്. എന്നാൽ ഇവയെല്ലാം വേട്ടയാടി പിടിച്ചതാണോ അതോ ചത്തവയെ ഉപയോഗിച്ചതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങൾ ബാക്കിയാണ്. ശരിക്കും ഇത്രയും സങ്കീർണതകൾ നിറഞ്ഞ ജീവിതം നയിച്ചിട്ടും ഒരു കെമിസ്റ്റിനെ പോലെ പശ നിർമ്മിക്കാനും ഒരു ഡോക്ടറെ പോലെ മുറിവുണക്കാനും അറിവുണ്ടായിരുന്ന ഒരു വംശം ഒടുവിൽ എങ്ങനെയാണ് ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് മാഞ്ഞുപോയത്? ഇപ്പോൾ നമ്മൾ ചുറ്റും നോക്കിയാൽ ഹോമോ സേപ്പിയൻസ് മാത്രമാണ്, നിയാണ്ടർത്താൽ മനുഷ്യരെ കാണാനില്ല. ഈ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുമുട്ടലിലേക്കാണ്. ആധുനിക മനുഷ്യരും നിയാണ്ടർത്താൽ മനുഷ്യരും കണ്ടുമുട്ടിയ ആ നിമിഷം. അവിടെ നടന്നത് വാസ്തവത്തിൽ ഒരു യുദ്ധമായിരുന്നോ അതോ സൗഹൃദമായിരുന്നോ? നിയാണ്ടർത്താലുകളുടെ വംശനാശത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രധാന വശം അവരുടെ സാമൂഹികപരമായ ഒറ്റപ്പെടലാണ്. ആധുനിക മനുഷ്യർ ഹോമോ സേപ്പിയൻസ് നൂറുകണക്കിന് ആളുകളുള്ള ഗോത്രങ്ങൾ രൂപീകരിച്ച സമയത്ത് നിയാണ്ടർത്താലുകൾ 10 മുതൽ 15 വരെ മാത്രം ആളുകളുള്ള കുടുംബങ്ങളായിട്ട് ഒഴിഞ്ഞു മാറിയാണ് ജീവിച്ചിരുന്നത്. ജനിതകപരമായ വൈവിധ്യം ഇല്ലാതായത് പുതിയ കാലാവസ്ഥാ വ്യതിയാനങ്ങളോടും രോഗങ്ങളോടും പോരാടാൻ അവരെ ഒരുപക്ഷെ അപ്രാപ്തരാക്കിയിരിക്കാം. നമുക്കറിയാം, ഒരേ കുടുംബത്തിലെ ആളുകൾ തമ്മിൽ ഇണചേർന്ന് കുട്ടികൾ ഉണ്ടായാൽ ജനിതകപരമായ വൈവിധ്യം ഇല്ലാതെയാവുന്നതാണ്, അവർക്ക് ഒരുപാട് ജനിതക രോഗങ്ങൾ ഉണ്ടാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നിയാണ്ടർത്താലുകൾക്ക് തീയുടെ മേൽ എത്രത്തോളം നിയന്ത്രണം ഉണ്ടായിരുന്നു എന്ന കാര്യമാണ്. നിയാണ്ടർത്താലുകൾ തീ ഉപയോഗിച്ചിരുന്നു എന്നതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് സ്വന്തമായിട്ട് തീ ഉണ്ടാക്കി ഉപയോഗിക്കാൻ അറിയാമായിരുന്നോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രകൃതിദത്തമായിട്ട് ധാരാളം തീ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം, മിന്നൽ വഴി തീ ഉണ്ടാവും, കാട്ടുതീ വഴി തീ ഉണ്ടാവുന്നതാണ്. ഇത്തരത്തിൽ ലഭിക്കുന്ന തീ ഒരു പക്ഷേ കെടാതെ സൂക്ഷിച്ചായിരിക്കാം അവർ ഉപയോഗിച്ചിരുന്നത്. ഇത്തരത്തിൽ സ്വന്തമായിട്ട് തീയെ നിയന്ത്രിക്കാൻ അവർക്ക് അറിവുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതും ഒരുപക്ഷെ നിയാണ്ടർത്താൽ എന്ന മനുഷ്യവർഗത്തിന്റെ വംശനാശത്തിന്റെ ഒരു കാരണമായി മാറിയേക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിൽ നിന്ന് നിയാണ്ടർത്താലുകൾ അപ്രത്യക്ഷമായ സമയത്ത് അവിടെ നടന്നത് ശരിക്കും ഒരു യുദ്ധമാണോ അതോ പരിണാമത്തിന്റെ മറ്റൊരു ഗതിമാറ്റമായിരുന്നോ എന്ന ചോദ്യം ഇന്നും ശാസ്ത്രലോകം ഉന്നയിക്കുന്നുണ്ട്. നിയാണ്ടർത്താലുകളുടെ വംശനാശത്തെക്കുറിച്ച് ദശാബ്ദങ്ങളായിട്ട് നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട വാദം ഹിംസാത്മക അധിനിവേശം എന്നതായിരുന്നു. ആധുനിക മനുഷ്യർ ഹോമോ സാപ്പിയൻസ് ആഫ്രിക്കയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അവർ ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് എത്തിയ സമയത്ത് നിയാണ്ടർത്താലുകളെ കണ്ടുമുട്ടി. അവിടെ നിന്നും നിയാണ്ടർത്താലുകളെ ഹോമോ സാപ്പിയൻസ് കൂട്ടത്തോടെ കൊന്നു തള്ളിയെന്ന് പലരും വിശ്വസിച്ചു. എന്നാൽ ഇതിന് നേരിട്ടുള്ള പുരാവസ്തു ഫോസിൽ തെളിവുകളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. ഇവിടെയാണ് 2024 പുറത്തു വന്ന തോറിൻ എന്ന നിയാണ്ടർത്താലിന്റെ ജീവിതം പ്രസക്തമാവുന്നത്. ഫ്രാൻസിലെ ഗ്രോട്ട് മന്ത്രിൻ ഗുഹയിൽ നിന്ന് ലഭിച്ച തോറിന്റെ DNA തെളിയിക്കുന്നത് നിയാണ്ടർത്താലുകൾ നേരിട്ടുള്ള യുദ്ധം കൊണ്ടല്ല, മറിച്ച് തങ്ങളുടെ തന്നെ ഒറ്റപ്പെടൽ അഥവാ ഐസൊലേഷൻ കൊണ്ടാണ്
ദുർബലരായത് എന്നതാണ്. ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ തോറിനുൾപ്പെട്ട ഗ്രൂപ്പ് 10,000-കണക്കിന് വർഷങ്ങളായിട്ട് മറ്റ് നിയാണ്ടർത്താൽ ഗോത്രങ്ങളുമായി പോലും ബന്ധമില്ലാതെയാണ് ജീവിച്ചു പോകുന്നത്. ഈ ജനിതകപരമായുള്ള ഒറ്റപ്പെടൽ അവരുടെ പ്രതിരോധ ശേഷി കുറയ്ക്കുകയും വംശനാശത്തിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കാം. ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള മനുഷ്യരുടെ DNA പരിശോധിച്ച് കഴിഞ്ഞാൽ 1 മുതൽ 4% വരെ, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏതാണ്ട് 2% നിയാണ്ടർത്താൽ DNAയും അടങ്ങിയതാണ്. അതായത് നമ്മുടെ DNA പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നിയാണ്ടർത്താലുകൾ ജീവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. സ്വാൻഡെ പാബോ എന്ന സ്വീഡിഷ് ഗവേഷകൻ ഇത് വ്യക്തമായിട്ട് തെളിയിച്ചതാണ്. അതായത് പരിണാമത്തിന്റെ ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മളും അവരും തമ്മിൽ ഇണ ചേർന്നിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ഈ നിസ്തുലമായ കണ്ടുപിടുത്തത്തിന് 2022 ഇദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. അതായത് പരിണാമം എന്നത് ശാഖകളായിട്ട് പിരിയുന്ന ഒരു മരമല്ല, കുരങ്ങിൽ നിന്നും മനുഷ്യരുണ്ടായതല്ല, നിയാണ്ടർത്താലിൽ നിന്നും മനുഷ്യരുണ്ടായതല്ല. നേരെ മറിച്ച് നിയാണ്ടർത്താലുകളും നമ്മളുമെല്ലാം ഒരു പൊതു പൂർവികരിൽ നിന്നും ഉണ്ടായതുമാണ്. നിയാണ്ടർത്താലുകൾ എങ്ങോട്ടും പോയിട്ടില്ല, നമ്മളിൽ ഇഴകി ചേരുകയാണ് ചെയ്തത്. അതായത് പരിണാമം എന്നത് ശാഖകളായിട്ട് പിരിയുന്ന ഒരു മരമല്ല, മറിച്ച് പല പുഴകൾ ഒഴുകി ഒന്നാവുന്ന ബ്രെയ്ഡഡ് റിവർ ആണെന്ന് പാബോയുടെ പഠനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിയാണ്ടർത്താലുകൾ പരാജയപ്പെട്ടവരല്ല, മറിച്ച് അതിജീവനത്തിന്റെ മറ്റൊരു രൂപമായിരുന്നു. അവർ ഹിമയുഗത്തിലെ തണുപ്പിൽ നിന്ന് നെയ്തെടുത്ത ഓരോ വിദ്യയും, അവർ പ്രകടിപ്പിച്ച ഓരോ തുള്ളി കരുണയും, അവരുടെ ജനിതക പാരമ്പര്യവും ഇന്നും നമ്മളിൽ ജീവിക്കുന്നുണ്ട്. ഇന്നും നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് കാണുന്ന ആ ഒരേ ഒരു മനുഷ്യവർഗത്തിനുള്ളിൽ നിയാണ്ടർത്താലുകൾ എന്ന ആ പഴയ പോരാളികളുടെ നിശബ്ദമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. ശാസ്ത്രം ഇനിയും ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം തേടുന്നുണ്ട്, ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് പാട്ടുകൾ ഉണ്ടായിരുന്നോ? അവർ നക്ഷത്രങ്ങളെ നോക്കി കഥ പറഞ്ഞിരുന്നോ? അവർ കുട്ടികൾക്ക് താരാട്ട് പാടിയിരുന്നോ? അമ്പിളിമാവനെ പിടിച്ചു നൽകാൻ കുഞ്ഞു നിയാണ്ടർത്താലുകൾ കരഞ്ഞിരുന്നോ? അങ്ങനെ ഒരിക്കലും ഒരുപക്ഷെ ഇതിനെല്ലാമുള്ള നേരിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കില്ല എങ്കിലും അവരോടുള്ള നമ്മുടെ മനോഭാവം മന്ദബുദ്ധികളായ കാടന്മാർ എന്നതിൽ നിന്ന് മാറി നമ്മുടെ തന്നെ സഹോദരങ്ങൾ എന്നതിലേക്ക് മാറിയിരിക്കുകയാണ്. നിയാണ്ടർത്താലുകൾ മരിച്ചിട്ടില്ല. നമ്മളിലൂടെ ഇന്നും ഈ ഭൂമിയിൽ അവർ യാത്ര തുടരുകയാണ്. ഹോമോ ഇറക്ടസ് എന്ന മനുഷ്യവർഗത്തിൻ്റെ മറ്റൊരു കഥ പറയാനാണ് എനിക്ക് ആഗ്രഹം. കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.